കൊല്ലം പത്തനാപുരം കരവൂരിൽ വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ പശു ചത്തു. കരവൂർ വാലത്തുണ്ട് സ്വദേശി ബിജുവിന്റെ പശുവിനെയാണ് കൊന്നത്. പുലിയാണ് കൊന്നതെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം സ്ഥലത്ത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് വനം വകുപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ജനങ്ങളുടെ ആശങ്ക ഏത് തരത്തിലാണ്? മറ്റു വിവരങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലൊരു ആശങ്ക ജനങ്ങൾ പങ്കുവച്ചതാണ്. അതായത് ഏറെ കാലമായി തന്നെ ഈ പത്തനാപുരം താലൂക്കിലെ ജനങ്ങൾ വന്യമൃഗങ്ങളെ ഭയന്ന് അങ്ങനെ തന്നെ കഴിയുകയാണ്. ഈ ഒരു സമയത്താണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ പുലി കടന്നു പോകുന്ന ഒരു CCTV ദൃശ്യം പുറത്തു വന്നത്. എന്നാൽ അതിന് പിന്നാലെ ഇപ്പോൾ ഈ ഒരു പശുക്കിടാവിനെ വന്യമൃഗം കൊന്ന ഒരു സംഭവം, അതായത് ക്ഷീര കർഷകനായിട്ടുള്ള ബിജുവിന്റെ വീട്ടിലുള്ള പശുക്കിടാവിനെയാണ് ഈ വന്യമൃഗം കൊന്നിരിക്കുന്നതെന്ന് പറഞ്ഞത്. ഇപ്പോൾ ബിജു തന്നെ വ്യക്തമാക്കുന്നത് ഇത് പുലിയാണ് കൊന്നതെന്നും അതോടൊപ്പം നാട്ടുകാരൊക്കെ ഈ പുലിയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എങ്കിലും വനംവകുപ്പ് ഇത്തരത്തിൽ പുലിയാണെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. പുലിയുടെ സാന്നിധ്യം ഈ സ്ഥലത്ത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് തന്നെ ഈ 2 മാസം മുമ്പ് ഇതേ ബിജുവിന്റെ മറ്റൊരു പശുക്കിടാവിനെയും ഇത്തരത്തിലൊരു വന്യമൃഗം കൊന്നിരുന്നു. അതോടൊപ്പം തന്നെ ആദ്യ തവണ ഈ പുലി പിടിച്ച് പരിക്കുകളോടെ രക്ഷപ്പെട്ട കിടാവിനെ, അതായത് പുലിയാണെന്ന് അന്ന് സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും ഇത്തരത്തിൽ പുലി പിടികൂടി എന്നുള്ള കാര്യമാണ് ബിജു പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പത്തനാപുരത്തെ ജനങ്ങൾ വലിയ തരത്തിലൊരു ഭീതിയിലാണ്. കാരണം വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ പുലിയെ പിടികൂടാനായിട്ടില്ല. അതോടൊപ്പം തന്നെ ക്യാമറകൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പത്തനാപുരം താലൂക്കിലെ ഒന്നാകെ തന്നെ, അതായത് നേരത്തെ 1-2 പഞ്ചായത്തുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ ഒരു ഭീതിയാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് മനോജാണ് വിവരങ്ങൾ.